ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള ബജിയാണ്. അതിന് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബജി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബജിയാണ്. ഇത് തേങ്ങാ ചമ്മന്തി മുക്കി ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബാംഗ്ലൂരുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബജി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജിയാണ്. നമുക്കിന്ന് അതൊന്ന് ട്രൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 പാത്രം മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ സവാള, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, വേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വച്ചിരുന്ന മാവിടാം. നമ്മുടെ ബജി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ട് നമ്മളൊരു ചമ്മന്തി അതിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ പോകുന്നു. നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള ബജിയാണ്. അതിന് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബജി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബജിയാണ്. ഇത് തേങ്ങാ ചമ്മന്തി മുക്കി ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം. ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.